സുവിശേഷ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. കുഞ്ഞുങ്ങൾക്ക് ആരാധന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അത് കുറഞ്ഞുപോയ പലവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെ എവിടെ ചെന്നെത്തിയെന്ന് പറഞ്ഞാലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം അകന്നു പോകരുത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അകന്നു പോകാതിരുന്നാൽ ദൈവം നമ്മെ ആത്മനിയോഗത്തോടെ നടത്തുമെന്ന്. ശത്രു നമ്മെ പരീക്ഷിക്കും, പിശാച് നമ്മെ ഏറ്റവും അധികം പരീക്ഷിക്കും. ഇതൊന്നും പറഞ്ഞു കേട്ട് കാണും. യേശു കർത്താവ് ഉപവസിച്ചതിന് ശേഷം ആകെ ശക്തിയോടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് പിശാചിനെ പരീക്ഷിക്കപ്പെടുന്നത്. എന്ന് പറയാൻ ആത്മാവിൽ പറയുന്നു. ആകെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ എന്തേലും ഒക്കെ ഇട്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കും. എന്നാൽ അവയെല്ലാം വചനം കൊണ്ട് തകർക്കാം. അവൻ ദൈവാത്മാവിന്റെ കൃപ പ്രാപിച്ചോണം. വചനത്താൽ ജയിക്കണം. അവൻ ദൈവാത്മാവിന്റെ ശക്തിയാൽ ജയിക്കണം. എന്നിട്ട് ആത്മശക്തിയോടെ പകരത്തിലേക്ക് കാൽ വെക്കണം. ആത്മകൃപയോടെ നിയോഗത്തോടെ നിങ്ങളുടെ കാൽപാദങ്ങളെ വെക്കണം. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവിക ആലോചന നിങ്ങളിൽ കൂടെ തന്നെ കൈമാറുവാനിടയായിത്തീരും. അത് ഡയറക്റ്റ് ഇൻഫർമേഷൻ ആണ്, ഇൻഡയറക്റ്റ് അല്ല. അത് ഡയറക്റ്റ് ഇൻഫർമേഷൻ ആണ്. ഇതൊക്കെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ടുള്ള ആലോചന കർത്താവ് എന്നോട് കൈമാറണമേ. എന്റെ പ്രാർത്ഥന കുറിക്കകത്ത് തരണമേ. അവൻ അതിനുവേണ്ടി ഞാൻ സമയത്ത് ഓർത്തിരിക്കുകയാണ്. അങ്ങ് ഭക്തന്മാർ മുൻകാലങ്ങളിൽ ഇരുന്നത് പോലെ ഞാൻ ദൈവ പാദപീഠത്തിൽ മുട്ടുമടക്കുകയാണ്. ഞാൻ ആരാധനയോടെ ദൈവസന്നിധിയിലേക്ക് വരികയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ഈ നാളുകൾ വ്യക്തമായും ശക്തമായും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി ദൈവം മൗനമായിരിക്കത്തില്ല. ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ പകരപ്പെടുക തന്നെ ചെയ്യും. ഈ യോഹന്നാനോട് ദൈവാത്മാവ് പറഞ്ഞ കുഞ്ഞെ നീ ഭയപ്പെടേണ്ടെന്ന് ഞാൻ കൂടെ ഉണ്ടെന്ന്. അവൻ ദൈവാത്മാവിന്റെ കരം അവനെ ശക്തീകരിച്ചു എന്ന് കാണുവാൻ കഴിയുകയാണ്. അവൻ ദൈവാത്മാവ് നമ്മെ ശക്തീകരിച്ചാൽ